ഇവരുടെ നാട് പന്നിത്തറം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ഫോൺ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്നെ അവിടുന്ന് ഒതുക്കാന്നുള്ള ഇതിൽ അങ്ങനെ ഇവർ വണ്ടി കേച്ചേരിയും കഴിഞ്ഞു. കേച്ചേരിയൊക്കെ എത്തിയപ്പോൾ ഇവർ ഇതിൽ ഈ വന്നതിൽ രണ്ടുപേരും നമ്മളെ വണ്ടിയിൽ നിന്ന് ഗദ്ദാഫി ഒരാൾ നമ്മളെ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കലും മറ്റും പിടിച്ചിട്ട് മൂട്ടി വിട്ടിട്ട് കുത്തലും അങ്ങനെ ആയിട്ട് മുണ്ടൂർ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ അവിടുന്ന് വണ്ടിയിൽ നിന്ന് എന്തോ ഒരു ദൈവഭാഗ്യം എന്നൊക്കെ പറയാം, ഞാൻ വണ്ടിയിൽ ചവിട്ടി നിർത്തിയപ്പോൾ ഇവർ രണ്ടുപേരും ബാക്കിൽ നിന്ന് ഇറങ്ങി ഡോറ് തുറന്നിട്ട് ഇറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ പോയി. അങ്ങനെ ശോഭയുടെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു, പോലീസിൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ശോഭ സിറ്റി തൃശ്ശൂർ. അങ്ങനെ അവിടുന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് ഒരു 2-3 മണിക്കൂർ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് അവിടുന്ന് അങ്ങനെ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തു. കാരണം ആ വണ്ടി അവിടുന്ന് എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഒന്നാമത് നമ്മുടെ വണ്ടിയല്ല, ഞാൻ പൈസ കൊടുത്തത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അതിന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അത് വിഷയമാവില്ല എന്നുള്ളതിൽ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തത് കേസായി. പിന്നെ ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഇഞ്ചുറി അല്ല, പെരട്ടി ആ പിടുത്തത്തിൽ ഇതായി. പിന്നെ ഒരു 3-4 ദിവസം ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന ഗദ്ദാഫിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ധാരാളം കഥകൾ ക്രൈമിന് നേരത്തെ കിട്ടിയിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് നേരിട്ട് അദ്ദേഹം നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ തെളിവുകൾ കൈവശം കിട്ടിയത്. ഞങ്ങൾ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര ലെവലിലുള്ള ഹവാല ഇടപാട്, സ്വർണ്ണ തട്ടിപ്പ്, അതേപോലെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ തുടങ്ങി കാറ് തട്ടിപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടെന്നും അതിൽ ധാരാളം ആളുകൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് നേരിട്ട് ഇത്തരത്തിലുള്ള ഇരകളുമായി ഞങ്ങൾ സംസാരിക്കുകയും പുറത്തു കൊണ്ടുവന്ന കേട്ട കാര്യങ്ങളെക്കാൾ വലിയ സംഭവങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഈ സന്ദർഭത്തിൽ തട്ടിപ്പിനിരയായ മുജീബ് റഹ്മാൻ, സെറ്റ്കോ മീഡിയയുടെ ഉടമ, നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. താങ്കളെക്കുറിച്ച് ഒരു ചാനൽ ഇപ്പോൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. താങ്കൾ വലിയ പെൺവാണിഭ തട്ടിപ്പുകാരനാണ്, കാറ് തട്ടിപ്പുകാരനാണ്, മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നൊക്കെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് പറഞ്ഞത് ശരിക്കും ഞാനും ഈ പറയുന്ന ഒരു മീഡിയയുടെ ഇതിലൂടെയാണ് ഞാനത് കാണുന്നതും കേൾക്കുന്നതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെ നടത്തുന്ന ആളെ വിളിച്ചു, യദു. പക്ഷെ ആൾ നമ്മൾ പറയുന്നതിന് ഒന്നും പ്രതികരിക്കാനോ ഒന്നും തയ്യാറല്ല. ഞാൻ പറയുന്നത് മുഴുവനും അത് ഞങ്ങൾക്ക് ശക്തമായ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ തെളിവ് കാണിക്കാൻ പറയുമ്പോൾ അത് കാണിക്കണമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പിന്നെ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഇവരെ വിളിക്കുമ്പോഴും ഒരു പ്രാവശ്യം കോൾ അറ്റൻഡ് ചെയ്യും, പിന്നെ ആൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ വക്കീലും എന്നോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് കണ്ടു നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ തന്നെയാണോ, എന്നെക്കുറിച്ചാണോ ഇതൊക്കെ പറയണമെന്നുള്ള രീതിയിലുള്ള വലിയ വളരെ മോശമായ രീതിയിലൊക്കെയാണ് സംസാരം. എന്താണ് യഥാർത്ഥത്തിൽ ഗദ്ദാഫിയുമായിട്ട് നടന്നിട്ടുള്ള ഈ തട്ടിപ്പ്? എന്താണ് ഈ ഗദ്ദാഫി എന്ന് പറഞ്ഞ ആളെ ഞാൻ അധികം കാലങ്ങളായിട്ടൊന്നും പരിചയമില്ല. 6 മാസം മുന്നേ എനിക്ക് നിലവിൽ 2-3 വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു വാഹന തട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വാഹനം തട്ടിച്ചെടുത്തായിട്ടോ അല്ലെങ്കിൽ കണ്ടെയ്നറെടുത്തായിട്ടോ നടക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഒരെണ്ണം ഉണ്ട്. അതുകൂടാണ്ട് വേറൊരു വണ്ടി, ആ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് ക്ലച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് നേരാക്കാനാണ് നല്ലൊരു വർക്ക്ഷോപ്പാണ്. അത് ഫോഴ്സിൻ്റെ F1 എന്ന് പറയുന്നൊരു വണ്ടിയാണ്. അത് ലിമിറ്റഡ് ആണ്, അങ്ങനെ പാർട്സ് ഒന്നും കിട്ടുന്നതല്ല. അപ്പോൾ 1-2 വർക്ക്ഷോപ്പ്, നല്ലൊരു വർക്ക്ഷോപ്പ് അന്വേഷിക്കുമ്പോഴാണ് ഞാൻ പരിചയമുള്ള, ഇതിൻ്റെ മുന്നേ എനിക്ക് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബക്കർ എന്ന് പറയുന്ന ആളാണ് ഗദ്ദാഫിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. എത്ര കാലം മുമ്പ്? ഇപ്പോൾ ഒരു 6 മാസം മുന്നേ. ഇങ്ങനെ കാർ വേൾഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വർക്ക്ഷോപ്പാണ്. കാർ വേൾഡ് കേച്ചേരി ഗദ്ദാഫി എന്ന് പറഞ്ഞാൽ നല്ല പണിക്കാരനാണ്, അവിടെ വണ്ടി കൊണ്ടു കൊടുത്താൽ മതി എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് കൊടുക്കണത്. ഏത് വണ്ടിയാണ് കൊടുത്തത്? എൻ്റെ F1 ഫോഴ്സ്. അതിപ്പോഴും ആൾ അവിടെ നിന്ന് തന്നിട്ടില്ല. അതിൻ്റെ ഓരോ പാർട്സും എന്തൊക്കെയാണ്, ഇതിൻ്റെ പാർട്സ് ഊരി ആൾ വിറ്റതായിട്ടാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ചെറിയ ഇൻഫർമേഷൻ. അപ്പം അതിപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ മുന്നേ ഇന്നോവ ക്രിസ്റ്റയുമായിട്ടുള്ള ഇടപാട് എന്താണ്? അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഈ വണ്ടി അവിടെ പണിയാൻ കൊടുത്തു. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. അതിലിടയ്ക്ക് ക്ലച്ചിന് ഒരു എമൗണ്ട് ഒരിക്കൽ 30,000, പിന്നെ അങ്ങനെ ഒരു 20,000, പിന്നെ ഒരു 15, ഇങ്ങനെ ഒരു 65,000 രൂപയോളം ഞാനത് ക്യാഷും കൊടുത്തു. വണ്ടി പണി കഴിഞ്ഞ് തരുന്നില്ല. ഈ സമയത്ത് ഞാനൊരു പുതിയ മൂവി തുടങ്ങുന്നുണ്ട്, ഒരു വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഫുജറ റൂളറുടെ പെങ്ങളെ മകനാണ് അതിൽ അഭിനയിക്കുന്നത്, അറബിച്ചക്കനാണ്.
അപ്പോൾ അവൻ വിദേശത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മെർച്ചലീസ് ബെൻസാണ്. അപ്പോൾ അത് ഈ അറബി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വലിയ വണ്ടി വേണം. അപ്പോൾ ഫോഴ്സാണ് പിന്നെ ഉള്ള വണ്ടി, അതിപ്പോൾ ഈ വർക്ക്ഷോപ്പിലുണ്ട്. അപ്പോൾ ഞാനൊരു വണ്ടി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇയാൾ ഒരു വർക്ക്ഷോപ്പിൽ എൻ്റെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇറക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതില്ല, ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. അപ്പോൾ ആൾ പറഞ്ഞ ആളെടുത്തൊരു ക്രിസ്റ്റ ഉണ്ട്, ഇന്നോവ 2016 മോഡൽ, സെഡ് ഓപ്ഷൻ, അതർ സ്റ്റേറ്റ് വാഹനമാണ്, NOC കൊടുത്തിട്ടില്ല. വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റിന് കിട്ടും. അപ്പോൾ ചെറിയ റേറ്റ് എത്രയാണെന്ന് നമുക്ക് 13 ലക്ഷം രൂപ പറഞ്ഞു. അത് പിന്നെ ബാർഗെയിൻ ചെയ്തു, നമ്മൾ റെഡി ക്യാഷ് ആണല്ലോ. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുകയാണ്. അപ്പോൾ അന്ന് ഉറപ്പിക്കുമ്പോൾ ആളൊരു മനസ്സിലില്ല, ഞാൻ 12 ലാസ്റ്റ് കിട്ടണം എന്നും, അപ്പോൾ എന്നാൽ എനിക്ക് വേണ്ടാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് കച്ചവടം അന്ന് ഇതായില്ല. പിന്നെ പിറ്റേ ദിവസം ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ റെഡി ക്യാഷ് ആണെങ്കിൽ 10 ഞാൻ തരാം, അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. വന്നു, അങ്ങനെ സംസാരിച്ച് 10 കാര്യങ്ങൾ ഉറപ്പിച്ചു. കഴിഞ്ഞ 7-ാം തീയതി തൃശ്ശൂർ വണ്ടി ആൾ തൃശ്ശൂരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. ആർക്കും അപ്പോൾ പണയം വെച്ചിരിക്കുകയാണ്, അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 7-ാം തീയതി ഞാൻ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് 7 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. റൗണ്ട് ഹോട്ടലിൻ്റെ അവിടെ വണ്ടി വരുന്നുണ്ട്, അവിടെ വന്നു. ഞാനൊരു 1-1.5 മണിക്കൂറോളം നിന്നു. പക്ഷേ അപ്പുറമൊന്നും എന്തില്ല, ആൾ ഈ വണ്ടി ഇല്ല അവിടെ. വണ്ടി അപ്പോൾ ഒരു വേറെ സ്റ്റോറിയാണ്, അതായത് വണ്ടി പണയം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പൈസ കൊടുത്താലേ വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എവിടെ, അപ്പോൾ അല്ലാതെ കൊടുത്താലേ പൈസ കിട്ടുള്ളൂ മുജീബായി. അപ്പോൾ നിങ്ങൾ പൈസ തരികയാണെങ്കിൽ ഞാൻ വണ്ടി നിങ്ങൾക്ക് എത്തിച്ച് തരാമെന്നാണ്. അപ്പോൾ ആൾ എനിക്ക് അത്ര ഡൗട്ടോ കാര്യങ്ങളൊന്നും അതുവരെ ഇല്ല, അപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൈസ ഞാൻ തരാം, നിങ്ങൾ വണ്ടി എത്തിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് 7 ലക്ഷം രൂപ അവിടെ നിന്ന് കൊടുത്തു. എങ്ങനെയാണ് ക്യാഷായിട്ട് ഞാൻ ആദ്യം ചെക്കായിട്ട് അതൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ട, ക്യാഷായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബാങ്കിൽ നിന്ന് അതേ ദിവസം 11:30-12 മണിയാകുമ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത്, വിഡ്രോ ചെയ്ത ഇതുണ്ട്, റെസിപ്റ്റൊക്കെ ഉണ്ട്. അവിടുന്ന് വിഡ്രോ ചെയ്തിട്ട് റൗണ്ട് ഹോട്ടലിൻ്റെ അവിടെ ചെന്ന് ആദ്യം പൈസ കാണണം എന്ന് പറഞ്ഞു. അത് വണ്ടിയുടെ സൈഡിൽ കൂടെ വന്നിട്ട് അപ്പോൾ ഞാൻ പൈസ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിയിലല്ല ഞാൻ വന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അലി എന്ന് പറഞ്ഞ ഒരാളെ വണ്ടിയിൽ, അലിയും അലിയുടെ ഡ്രൈവറും കൂടിയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സാക്ഷികളാണ്. ഈ സംഭവം പരാതി കൊടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ അവരാരും അവരെ വിളിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 8-ാം തീയതി ആളെനിക്ക് വണ്ടി തരാണ്. അപ്പോൾ ജെന്യൂൻ ഡീലാണ്, കുഴപ്പമൊന്നുമില്ല. ഈ 8 കഴിഞ്ഞ് 9-ാം തീയതി ആൾ പറഞ്ഞു മറ്റേ ബുക്കും പേപ്പറും ഒറിജിനലും പിന്നെ അതിൻ്റെ NOC കിട്ടാൻ 2 ദിവസം കഴിയും. അപ്പോൾ ബുക്കും പേപ്പറും ഒറിജിനൽ പിറ്റേ ദിവസം തരാം, NOCയും തരാമെന്നാണ്. അപ്പോൾ നമ്മളന്ന് 7:30 കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കണക്ക് കൂട്ടി നോക്കുമ്പോൾ 10ഓളം ഫൈൻ ഉണ്ട് അതിന്. പിന്നെ ഈ NOCയും വരുമ്പോൾ ബാക്കി 2 കൂടി കൊടുക്കും. 10ഓളം ഫൈൻ എന്ന് പറഞ്ഞാൽ 10 ഫൈനുകൾ, മൊത്തം ഫൈനുകളുണ്ട്. അപ്പോൾ ആ ഫൈനുകളൊക്കെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് 2 ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. ഇതെൻ്റെ വക്കീലിനെ അറിയാം. അപ്പോൾ ഈ ഫൈനും കാര്യങ്ങളൊക്കെ വക്കീലാണ് നോക്കിയതും കാര്യങ്ങളും. വക്കീൽ എന്നോട് പറഞ്ഞു വെച്ചേക്കുക, അപ്പോൾ ബാക്കി NOC കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഫണ്ട് കൊടുത്താൽ മതിയിട്ടാന്നും പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് കോയമ്പത്തൂർ പോയി. അപ്പോൾ കോയമ്പത്തൂർ ഈ വണ്ടിയായിട്ട് പോയി. പിറ്റേ ദിവസം അപ്പോൾ പറഞ്ഞത് വണ്ടി കോയമ്പത്തൂരാണ് പണം വെച്ചിരിക്കുന്നതെന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം കോയമ്പത്തൂർ പോയി. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൗണ്ട് ഓപ്പോട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട്, അന്ന് ശരിക്കും എന്നെ അവിടുന്ന് ഇയാൾ വണ്ടിയും എന്നെ തൂക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയായിട്ട് അവിടെ ചെന്നാൽ ഞാൻ പോലീസ് നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ ഇയാളും വേറെ ആളും കൂടിയിട്ട് ഈ ഇന്നോവ ക്രിസ്റ്റേറ്റ്, കാരണം അവിടെ നിന്നാണ് ബുക്കും പേപ്പറും തരിക. പിന്നെ അത് മാത്രമല്ല, അന്ന് അവിടെ സ്റ്റാലിൻ തമിഴ്നാട് മിനിസ്റ്റർ വന്നിരുന്നു, ഒരു മേപ്പാലം ഒരു മേപ്പാലം വന്നിട്ട് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി 1-2 സ്ഥാനങ്ങളും കാര്യങ്ങളും പൊതുപ്രവർത്തകനാണ്. 2 മാസം മുന്നേ എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ സർവീസിൽ. അപ്പോൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ വണ്ടി അവിടെ ചെന്ന് നിന്നപ്പോൾ ആൾ പറഞ്ഞു എന്തെന്ന്, മുജീബായി ഒന്നും ഇവിടെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ വണ്ടി അവർക്ക് കാണണം. അപ്പോൾ ഇയാൾ പൈസ കൊടുക്കാതെ നമ്മൾ കൊടുത്തു, വണ്ടി അവിടെ നിന്ന് തിരിച്ച് തന്നു. പിന്നെ ബുക്കും പേപ്പറും തരാൻ എന്തിനാ വണ്ടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗദ്ദാഫി നിങ്ങളത് പേടിച്ചിട്ട് നാളെ മറ്റന്നാളെ തന്നാൽ മതി, കുഴപ്പമില്ല, എനിക്കിങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ നേരെ പോവാണെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടിയായിട്ട് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഫോൺ വിളിച്ച് അയാൾ എടുക്കില്ല. അങ്ങനെ 8 കഴിഞ്ഞു, 9-ാം തീയതി ഫംഗ്ഷൻ,
10, 11, 12 ഈ 3 ദിവസം ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. അങ്ങനെ 13-ാം തീയതി ഏകദേശം അപ്പോഴാണ് ഞാൻ ഇയാളെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തൊക്കെ തട്ടിപ്പ് വെട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നാഗമണിക്ക് അങ്ങനെ എന്തൊക്കെ കഥകളൊക്കെ വേറെയും കേൾക്കുന്നുണ്ട്. ഇയാൾ ഇരകൾ ഓരോരുത്തരായിട്ട് നമ്മൾ പിന്നെ അങ്ങനെ സംസാരിച്ചു വന്നു. ഇയാളെ പരിചയപ്പെടുത്തിയ ബക്കറായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ബക്കറും ഇയാളോട് സംസാരിച്ചു. അപ്പോൾ ഇയാൾ അങ്ങനെ എന്തൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ ഒരു ഇതായിട്ട് അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നേരെ തൃശ്ശൂർ ACP ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. കാരണം തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ പൈസ കൊടുത്തതും കാര്യവും ഉണ്ടായത്. അതിനനുസരിച്ചാണ് അവിടുത്തെ ACP ഓഫീസിൽ നിന്ന് സാറ് ഈ കേസ് അവരെ വിളിപ്പിച്ചു, ഈ ഗദ്ദാഫിനെ വിളിപ്പിച്ചു. ഈ ഗദ്ദാഫിനെ വിളിപ്പിച്ച ശനിയാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച ഏതൊരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞ ആ സമയത്ത് അതിൻ്റെ തലേ ദിവസം ഒരു 4-5 ചെക്കന്മാർ പിന്നെ വഴിയിൽ നിന്ന് വരുമ്പോൾ പട്ടാമ്പി മാട്ടായ, കാരണം പട്ടാമ്പിയിൽ എനിക്കൊരു ഓഫീസുണ്ട്, എൻ്റെ ന്യൂസ് ചാനലിൻ്റെ ഓഫീസുണ്ട്, പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്നുണ്ട്, ജ്വല്ലറിയുടെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ ആ ഓഫീസിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് റോഡിൽ വെച്ചിട്ട് വണ്ടി കൈകാട്ടി തടുത്തു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് തന്നെ വലിച്ച് ഇറക്കാനുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, പിന്നെ വേറെ 2 പേരുണ്ട്. 4 പേരുള്ള കാരണം പിന്നെ അവർക്കത് ഇല്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച വണ്ടിയാണ്, എന്തുണ്ടെങ്കിലും അത് ACP ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളെ വണ്ടി നിങ്ങൾ കൊണ്ടുപോക്കോ, എൻ്റെ കാര്യത്തിന് അവിടെ ഒരു പരിഹാരം ഉണ്ടാവും, അതുണ്ടായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരിക്കാം അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോട്ടൽ വരുന്ന സമയത്ത് എനിക്കൊരു ഹോട്ടലുണ്ട് കൂറ്റനാട്. അപ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചില്ല 2-2:45 സമയം. അപ്പോൾ പിള്ളേരോട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങൾ ഈ വണ്ടി മിസ്സായിട്ട് കുറേ ദിവസമായി ഇങ്ങനെയാണ്. അപ്പോൾ എന്നാൽ വരും ഭക്ഷണം കഴിക്കുക, വണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അടുത്താണ്, ഇതിൻ്റെ പേരിന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് വീട് പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ. അങ്ങനെ നമ്മളെ ഹോട്ടലിൽ വന്ന് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്തുണ്ട് ഗദ്ദാഫിയും പിന്നെ വേറെ 4 പേരാണ്ട് ഉണ്ടായിരുന്നു. 2 പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഗദ്ദാഫി അതുവരെയുള്ള കഥകളൊന്നും അല്ലാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പറയാണ്, എവിടെടാ വണ്ടി റെൻറ്റിനെടുത്ത് പോയിട്ട് ഒന്ന് ഒളിച്ച് നടക്കുക, അങ്ങനെ വണ്ടി അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ വ്യക്തമായി, പിന്നെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഞാനും അവിടുന്ന് പ്രതികരിച്ചു. അവിടുന്ന് ഏകദേശം ഒരു ഭയങ്കര വാക്കായി. അപ്പോൾ നമ്മുടെ ഹോട്ടൽ നമ്മുടെ നാട് ഒക്കെ അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് വണ്ടി ഇതിലേക്ക് വരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് സംസാരിച്ചിട്ട് ലാസ്റ്റ് എന്താക്കി, ഇനി സംസാരം ഇവിടെ വേണ്ട, ഞാൻ ACP ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ വെച്ചിട്ട് അവിടുന്ന് തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞാൽ അവിടുന്ന് ഓക്കെ പറഞ്ഞു. ഈ ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടിയിൽ ഞങ്ങൾ പോരുന്ന സമയത്ത് ഇവരുടെ നാട് പന്നിത്തടം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ഫോൺ വിളിക്കുന്നുണ്ട്, അങ്ങനെ കോളുകൾ വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഓരോ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അതായത് എന്നെ അവിടുന്ന് ഒതുക്കാന്നുള്ള ഇതിൽ. അങ്ങനെ ഇവർ വണ്ടി കേച്ചേരിയും കഴിഞ്ഞു. കേച്ചേരിയൊക്കെ എത്തിയപ്പോൾ ഇവർ ഇതിൽ ഈ വന്നതിൽ 2 പേരും നമ്മളെ വണ്ടിയിൽ നിന്ന് ഗദ്ദാഫി ഒരാൾ നമ്മളെ ഈ വണ്ടിയിൽ കയറിയുണ്ട്. ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കലും മറ്റും പിടിച്ചിട്ട് മൂട്ടിന് വേണ്ടിയിട്ട് കുത്തലും അങ്ങനെ ആയിട്ട് മുണ്ടൂർ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ നിന്ന് എന്തോ ഒരു ദൈവഭാഗ്യം എന്നൊക്കെ പറയാം, ഞാൻ വണ്ടിയിൽ ചവിട്ടി നിർത്തിയപ്പോൾ ഇവർ 2 പേരും ബാക്കിൽ നിന്ന് ഇറങ്ങി ഡോറ് തുറന്നിട്ട് ഇറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു. അങ്ങനെ ശോഭയുടെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു, പോലീസിൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ശോഭ സിറ്റി തൃശ്ശൂർ. അങ്ങനെ അവിടുന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് അപ്പം തന്നെ ഒരു 2-3 മണിക്കൂർ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് അവിടുന്ന് അങ്ങനെ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തു. കാരണം ആ വണ്ടി അവിടുന്ന് എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഒന്നാമത് നമ്മുടെ വണ്ടിയല്ല, ഞാൻ പൈസ കൊടുത്തത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അതിന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അത് വിഷയമാവില്ല എന്നുള്ളതിൽ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തു, അത് കേസായി. പിന്നെ ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഇഞ്ചുറി അല്ല, പെരടി ആ പിടുത്തത്തിൽ ഇതായി. പിന്നെ ഒരു 3-4 ദിവസം ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ കഥ. അപ്പോൾ അതിന് ശേഷം വണ്ടി ഇപ്പോൾ അവിടെ ജാമായി, പിന്നെ കേസായല്ലോ, പിന്നെ അതങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ന്യൂസാണ് വരുന്നത്. ഇപ്പോൾ 3-4 ദിവസമായി തോന്നുന്നുണ്ട് ഈ ഒരു ന്യൂസ്. താങ്കളൊരു പെൺവാണിപ്പക്കാരനാണ്, അതേപോലെ ആ റൈസ് പുള്ളറിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു, കാറ് ഇങ്ങനെ റെൻറ്റിനെടുത്ത് തട്ടിപ്പ് നടത്തുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സാറേ ഇതൊന്നും ഉള്ളതല്ല. കാരണം എന്താ കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു പെൺവാണിക്കെതിരെ ഏതെങ്കിലും പെൺവാണിഭം നടത്തി എന്ന് പറയുന്നതിൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു കേസും ഇല്ല. അത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. കാറ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഏതെങ്കിലും കേസുണ്ടോ? ഒരു കേസും ഇല്ല. അതേപോലെ ഈ റൈസ് പുള്ളർ തട്ടിപ്പ് നടത്തി പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ? റൈസ് പുള്ളർ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കേസും ഇല്ല.
ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനൊന്നും ഒരു കേസുമില്ല. അപ്പോൾ അതായത് ഇങ്ങനെ പണം തട്ടിയെടുത്ത ശേഷം അവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി തകർക്കുക എന്നുള്ള ഒരു ഗൂഢപദ്ധതിയും കൂടിയാണ് ഇതിനകത്തുള്ളത് എന്നാണ് പറയുന്നത്. ശരി തന്നെയാണോ? അതായത് താങ്കളെ തട്ടിപ്പടുത്തിയ ശേഷം താങ്കളാണ് ആ പ്രതി എന്ന് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടാണ് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷനാണിത്. ഇതിൽ ഞങ്ങൾക്കും കുറേ പരാതികൾ കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ അറിവിൽ എത്ര പേര് ഇങ്ങനെ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഈ ഗദ്ദാഫി? കാരണം ഞാൻ അതിലേക്കും കൂടെ ഒന്ന് വരാം. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളും ചെറുപ്പം മുതൽ തന്നെ നല്ല തറവാട്ടിൽ ജനിച്ച ഒരാളാണ്. ഈ കാറ് തട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ 18ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട്, അന്ന് ഇവിടെ കാട്ടുകാരാറ് പോലും വന്നിട്ടില്ല, ബെൻസ് ഇല്ലാത്തൊരു സമയത്ത് സ്വന്തമായിട്ട് ബെൻസ് കാറുള്ള ആളാണ്. പിന്നെ സ്പിരിറ്റിൻ്റെ രാജാവ് എന്നാണ് പറയുന്നത്. സ്പിരിറ്റ് കടത്തി എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നന്നായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു 3 മുദ്രാവാക്യം ഉണ്ട് എൻ്റെ ലൈഫിൽ. എല്ലാവരുടെ അടുത്തും പറയണ മുദ്രാവാക്യം. അതായത് ഒന്ന് എങ്ങനെ വന്നാലും മരിക്കേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ നാടിനെ ഞാൻ ഒറ്റ കൊടുക്കില്ല. എൻ്റെ നാടെന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്. അത് പോയാലും എൻ്റെ നാടിനെ ഞാൻ ഒറ്റ കൊടുക്കില്ല. 2, എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മതം നമ്മുടെ നാട്ടിലുണ്ട്, അതായത് മുസ്ലിമാണ്. അപ്പോൾ ഈ മതം ബേസ് ചെയ്തിട്ടുള്ള മതവർഗീയവാദികളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. മതവർഗീയതയ്ക്കെതിരെ ഒരിക്കലും കൂട്ടുകയില്ല. സാറിന് എങ്ങനെ വേണമെങ്കിലും എന്നെക്കുറിച്ച് അന്വേഷിക്കുക, അപ്പോൾ സാറിന് അത് മനസ്സിലാവും. പിന്നെ 3ാമത്തത്, ഞാൻ ശരിക്കും ഈ ഡ്രഗ്സിനെതിരെ വളരെയധികം പോരാടുന്നൊരു വ്യക്തിയാണ്. അതായത് ഏകദേശം കേരള പോലീസിന് തന്നെ അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 18ൽ കൂടുതൽ ഡ്രഗ്സിൻ്റെ കേസുകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ MDMA എന്നൊക്കെ എന്ന് പറയുന്നത്, MDMA വളരെ മാരകമായ നമ്മുടെ നാട്ടിലെ യുവാക്കളെ അടിച്ചമർത്താൻ വേണ്ടി 10-40 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഡ്രഗ്സ് വാറാണ് ഈ സംഭവം. അപ്പം ഇതിനെതിരെ ഞാൻ പൊരുതുന്നുണ്ട്. പിന്നെ മീഡിയ സെക്ടറിൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല കാര്യങ്ങളും മീഡിയയിലൂടെ ഞാൻ പല അനീതികൾക്കെതിരെ ഞാൻ പോരാടുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് മതപരമായിട്ടോ പാർട്ടിപരമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ എൻ്റെ നാടിനെ എല്ലാ ഇതിലും മാന്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതിനടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കഴിഞ്ഞ 2-3 മാസം മുന്നേ സോഷ്യൽ സർവീസ് ഒരു നാഷണൽ ഡോക്ടറേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ കിട്ടില്ലല്ലോ സാറേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്നെ വളരെ എന്താ പറയുക, ഇല്ലാണ്ടാക്കുക, തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ സംഭവം. ഈ ഗദ്ദാഫിയെക്കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഗദ്ദാഫിയുടെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ ചെയർമാനാണ് ഞാൻ, ZCOM മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനത് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിസിറ്റി ചെയ്തപ്പോൾ, അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ, ഇതിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10-15ഓളം പരാതികൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ടെലിഫോണിൽ നേരിട്ട് വരാനൊക്കെ ആളുകളുണ്ട്. അപ്പോഴും ഞാൻ എന്ത് ചെയ്ത്, കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് അല്ല എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനാണ്ട് അവസാനിപ്പിച്ച് വിട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇത് ഇന്നലെ വന്നപ്പോൾ, ഈ പേപ്പറിൽ ഇപ്പോൾ വന്നതിന് ശേഷം ഇനി അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്ത് വിടാനുള്ള കാര്യങ്ങളും. എന്തായാലും ഇവനെപ്പോലൊരു ക്രിമിനൽ പക്ക അത് അന്വേഷിച്ച് കണ്ടെത്താം. അപ്പോൾ ഞാനല്ലല്ലോ. പിന്നെ ഇന്നലത്തെ ആ വാർത്തയിൽ പറയുന്നത് കേരള പോലീസ് മൊത്തം എൻ്റെ കൂടെയാണെന്ന് പറയുന്നത്. കേരള പോലീസ് എൻ്റെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ. ഇന്ന് ഇന്ത്യയിൽ ഈ 29 സംസ്ഥാനത്ത് ഏറ്റവും നല്ല പോലീസാണെന്ന് വെച്ചാൽ നമ്മളെ കേരള പോലീസാണ്. കേരള പോലീസൊന്നും ഒരിക്കലും ഇതുപോലെ എന്നെപ്പോലെ ഇപ്പോൾ പറയുന്ന പോലത്തെ ഒരു ക്രിമിനലാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല കേരള പോലീസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളം സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വണ്ടി ഇപ്പോഴും ആ ഫോഴ്സ് വണ്ടി അവിടെ എടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിന്ന് സ്പെയർ പാർട്സ് എന്തൊക്കെയോ ഊരി വിറ്റിട്ടുണ്ടെന്നാണ് വേറെ ആളുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഇതേപോലെ ഒരു വണ്ടി പാർട്സ് ടർബോ എന്തൊക്കെ ഊരിയിട്ട് വേറെ വണ്ടിക്ക് കൊടുക്കുക. അപ്പോൾ അതും ഇപ്പം നാളെ അവർ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. ഈ ഗദ്ദാഫിയുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ് ഈ തട്ടിപ്പ്? നമ്മുടെ നാട്ടിലുള്ള സമ്പന്നരായ, അതായത് ഈ കുറച്ച് പുത്തൻ പണക്കാരുണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളെ ഇവൻ നല്ല സുഹൃത്ത് വലയത്തിലാക്കും. ആദ്യം വണ്ടി കൊടുക്കും.
ഈ പറയുന്ന പോലെ ഈ ലേഡീസ് ഫിഷൊക്കെ ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സ്ത്രീകളിനൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് മെല്ലെ മെല്ലെ ഇതാക്കി ഇവരിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക. ഇതാണ് ഒരു പരിപാടി. പിന്നെ നമ്മുടേൽ ഇപ്പം എന്നെ കണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ഇയാൾക്ക് അന്തർ സംസ്ഥാന ഗുണ്ടകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അതൊരു 5 വർഷം മുന്നേ കേച്ചേരിയിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് തെളിവില്ലാതെ പോയി. കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം രൂപ ഒരാൾ ഈ ഇയാൾക്ക് അതിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. ആ കൊടുത്തതിന് ശേഷം ബാക്കി 13 ലക്ഷം രൂപ ഈ ബൈക്കിൽ പോണ സമയത്ത് വേറെ ഒരാൾ നമ്മളതിൽ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. ആ വണ്ടി വേറൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇയാൾ വീണപ്പോൾ ഇയാളെ എടുത്ത് നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. ഈ വണ്ടി ബൈക്കിൽ നിന്ന് സ്കൂട്ടറൊക്കെ എന്നിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് അത് കേസായിട്ടുണ്ടാവുന്നതാണ്. അതായത് ഇദ്ദേഹം ചെയ്യുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ്? അവിടെ അദ്ദേഹത്തിന് കാറ് റെൻ്റ് കാറ് ആണോ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ വാഹന വിൽപ്പനയാണോ അവിടെ ആളെല്ലാം ചെയ്യുന്നുണ്ട്. പഴയ കാറ്, ഓൾഡ് കാറ് വിൽക്കലാണോ അദ്ദേഹത്തിൻ്റെ പണി? ഗാരേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയറാണ് നടക്കുന്നത്. ശരിക്കും എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം, എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ ഡോക്ടറെ പോലെയാണ് ഒരു ഗ്യാരേജ് നടത്തുന്ന ഒരാൾ. ആൾ ശരിക്കും വാഹനങ്ങളുടെ ഒരു ഡോക്ടറാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡോക്ടർ തന്നെ ആ വാഹനങ്ങളുടെ സാധനങ്ങൾ ഊരി മറിച്ച് വെക്കുക. അതായത് ഇപ്പോൾ ഞാനൊരു വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല സാധനങ്ങളൊക്കെ ഊരിയിട്ട് ഇയാൾ മാറ്റി വെച്ചിട്ട് അതിനെ കേടാക്കിയിട്ട് കംപ്ലൈൻറ്റുള്ള സാധനങ്ങൾ കയറ്റും. എന്നിട്ട് അത് വീണ്ടും പണിയിപ്പിക്കും. പിന്നെ അതുപോലെ വണ്ടി റെൻറ്റിനെടുക്കും 1 ദിവസം 2 ദിവസം കൊണ്ട്. എന്നിട്ട് ഇപ്പോൾ എന്നെ പറ്റിച്ച പോലെ തിരിച്ച് ആ വണ്ടി വേറൊരാൾക്ക് ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അർജൻറ്റ് വിൽപ്പനയാണ്. 10 ലക്ഷം രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഇതിന് ഒരു 5 ലക്ഷം രൂപ കൊടുത്താൽ വണ്ടി നിങ്ങൾക്ക് 5-6 ലക്ഷം രൂപയൊക്കെന്ന് പറഞ്ഞിട്ട് അതിന് എത്ര മേടിക്കും, 2 പറ്റിയാലും 3 മേടിച്ചാലും പൈസ മേടിക്കും, വണ്ടി കൊടുത്തു വിടും. ഒരാഴ്ചയുടെ ഉള്ളിൽ ആ വണ്ടി സെക്കൻഡ് കീ വിട്ടിട്ട് ഇവിടുന്ന് വലിക്കും. ഇങ്ങനെ ഈ ഈ ഒരു ഗ്യാങ്ങാണ് ഇപ്പോൾ തൃശ്ശൂർ പറയുന്ന ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബക്കർ എന്ന് പറഞ്ഞ ആളും അതിൽപ്പെട്ടത്. പക്ഷെ ബക്കർ ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ജയിലിലാണ്. അപ്പം അതിനെ മറയ്ക്കാനും കൂടിയിട്ടാണ് ആൾ എന്ത് ചെയ്തിട്ടുള്ളത്. കാരണം ബക്കറിൻ്റെ സുഹൃത്താണ് ഈ പറയണ ഗദ്ദാഫി. ഇവർ രണ്ടുപേരും ആണ് ഒരുമിച്ച് സഞ്ചാരക്കാണ്. ഗദ്ദാഫിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ബക്കറാണ്. അതായത് വ്യാപകമായ രൂപത്തിൽ ആളുകളെ പറ്റിച്ചിട്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഉണ്ട്. അത് തിരുവനന്തപുരം മുതൽ എന്താ പറയുക കാസർഗോഡ് വരെയുള്ള എല്ലാ ആളുകളെയും ഇവർ ഓരോരുത്തർ ടാർഗറ്റ് ഇട്ടത് ഇതേപോലെ. ഇതിൻ്റെ പുറകിലൊരു ഗുണ്ടാ സംഘം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് മറ്റൊരു കാര്യം കൂടെ, താങ്കൾക്കെതിരെ ഒരു പരാതി പറയുന്നുണ്ട്. അത് കിഷൻ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു വിഗ്രഹം തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് അതെന്താണ് ആക്ച്വലി? സാറേ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇപ്പോഴും കിട്ടണില്ല. കാരണം വിഗ്രഹം എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, ചില നമ്മുടെ നാടിൻ്റെതനുസരിച്ച് ദൈവികമായിട്ടുള്ളൊരു സംഭവം. അത് ദൈവങ്ങളെ തട്ടിയെടുക്കാനോ വിൽപ്പന നടത്താനൊന്നും ഞാൻ നിൽക്കില്ല. പക്ഷേ ഈ വിവരം ഞാൻ ഈ പത്രത്തിലൊരു പത്രമല്ല, ഇപ്പം ഈ ന്യൂസിലൊരു സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൽ കിഷൻ എന്ന് പറയുന്നൊരു പേരാ വരുന്നത്. പക്ഷേ കിഷനും ഞാനും തമ്മിൽ വൈരാഗ്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജ്വല്ലറി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നമ്മളൊരു ബിൽഡിങ് എടുക്കുകയുണ്ടായി. ആ ബിൽഡിങ്ങിൽ വേറൊരു രാജ്യം എന്ന് പറഞ്ഞ ആളെടുത്ത് ആ ബിൽഡിങ്ങിൽ ഞാനൊരു 7 ഷട്ടർ ജ്വല്ലറി തുടക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അതൊരു 80% പണി കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ കിഷൻ എന്ന് പറയുന്ന ഒരു ടീം, ഹിന്ദു മഹാസഭ ടീം, ജോണി, ഇങ്ങനെയൊക്കെ ഈ ജോണി കിഷൻ ഇവരൊക്കെ ഒരു വേറെ ലെവൽ ആളുകൾ. അവരെന്താണെന്നുള്ളത് നമുക്ക് അവരെ ടാർഗറ്റേ ഇല്ല. പക്ഷേ ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഞാൻ വാടകയ്ക്ക് എടുത്ത റൂം വരെ കയ്യേറുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെതിരെ ഞാൻ തൃശ്ശൂർ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് കിഷൻ നമ്മളെ കുറച്ച് എതിർക്കാനൊക്കെ നോക്കി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തിരിച്ചങ്ങോട്ട് നിന്നു. അതിലെനിക്ക് ഭയങ്കര നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, സമയനഷ്ടം ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അത് ഇതാക്കിയിട്ടില്ല. പക്ഷെ അതിലിടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഈ ബിൽഡിങ്, ഞാൻ എടുത്ത ബിൽഡിങ് വേറൊരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ജ്വല്ലറിയുടെ ഫണ്ട് കൊടുത്തിട്ടുള്ളൊരു ടീം, അത് പറയാന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ അത് കോടതി അവർക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ അത് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. പക്ഷെ അത് അന്വേഷിച്ചിട്ടില്ല. അന്ന് ഷട്ടറിട്ടുള്ളതാണ്. പിന്നെ അത് തുറന്നിട്ടില്ല. പിന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്തിന് ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലും കൂടെ ആ ടൈമിൽ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേന് ഇവരിതായി. അപ്പോൾ ഈ കിഷനും ടീം ഇതിൻ്റെ മേലെ മാസങ്ങളോളം വാടക കൊടുക്കാതെയും പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും
കയ്യേറിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ അത് അല്ലാത്തത് അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കിഷനെ ഞാൻ അറിയും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റില്ല, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി. ഒരു കോപ്പി. അപ്പോൾ ഇവിടെ എന്താ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്ദാഫി ഈ പറയുന്ന കിഷൻ അവരുടെ ഇങ്ങനെ കുറേ ടീമുകളൊക്കെ അത് ഞാൻ കിഷനെ കുറിച്ച് ഞാൻ പറയണ്ട. ആള് ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന എന്തോ ഭാരവാഹിയാണ്. അതിൻ്റെ ആളെന്നുണ്ട് അതിൻ്റെ കൊടിയൊക്കെ കുത്തിയിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ആളിനെ കുറിച്ചിട്ട് ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം മുമ്പ് ഉണ്ടായിരുന്നു? അതായത് സംസാരോ ഈ ഗദ്ദാഫിയുമായിട്ടുള്ള സംഭവം ഇത് വന്ന ശേഷമാണ് ഈ പരാതി ഉണ്ടായിട്ടുള്ളത്. 31 അവർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അവിടെ പോയിട്ടുള്ള ഏത് കാലത്താണ്? അതിൻ്റെ ഒക്കെ മുന്നേ കുറേ കാലം മുമ്പുള്ളതാണ്. അതായത് ഈ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഒരു ഒത്തൊരുമിച്ചിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജ്വല്ലറി തുടങ്ങുന്നുണ്ട്. പിന്നെ വേറെ ജ്വല്ലറി ഉണ്ട്, മീഡിയ ഉണ്ട്, കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ എന്നെ ഒരു ബ്ലാക്ക് മെയിലിലേക്ക് അതായത് ഇതാക്കിയിട്ട് ഇതിൻ്റെ ഒരു അതാണ് ഈ പറയുന്ന ടീമുകളുടെ ഒക്കെ ജോലി. അതായത് പണം തട്ടിയെടുത്തതിനെതിരെ പരാതി കൊടുത്താൽ അവർക്കെതിരെ വ്യാജ ആരോപണം ഉണ്ടാക്കിയിട്ട് വ്യാജ പരാതി കൊടുക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, അവരിലേക്ക് എത്തിക്കുക, നമ്മളെ മാനസികമായി തകർക്കുക. ഇതാണ് ഇവരുടെ പ്രവർത്തനം. അതായത് ഇപ്പോൾ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞത് സത്യമല്ല, 100% സത്യമല്ല. അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വാർത്ത കൊടുത്തിരിക്കുന്ന യദു നാരായണൻ ശരിക്കും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ നമ്മളിത് നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിയതാണ് ഉദ്ദേശം. ആ ചാനലിനെതിരെ കേസ് ഫയൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ചാനൽ അല്ലെങ്കിൽ ജേർണലിസം അതൊന്നല്ല ഈ പറയുന്ന യദു എന്ന് പറയുന്ന ആളെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം യദു ആരും ആയിക്കോട്ടെ, കാരണം ഇത്രയും ഒരു ആരോപണം ഒരാൾക്ക് എതിരെ കൊടുക്കുമ്പോൾ അത് എന്നെ വിളിച്ചിട്ടൊന്ന് ഇത് സത്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമാണ്. താങ്കൾ അങ്ങോട്ട് ബന്ധപ്പെട്ടോ? ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചു, സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് മുഴുവനും നേരെ നമ്മൾ പറയുന്നതൊന്നും ആൾക്ക് ഇതല്ല. ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വാർത്ത കിട്ടി, അത് ഞങ്ങളുടെ സ്വന്തം വാർത്തയല്ല, അത് വേറെ തന്ന വാർത്തയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സ്വന്തം വാർത്ത അല്ലെങ്കിൽ അതിൽ ആ ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ ഫാമിലി ഫോട്ടോ വരെ നിങ്ങളതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ ഒന്ന് ചോദിക്കണ്ടേ? നമ്മൾ മാധ്യമം എന്ന് പറയുന്നത് എന്താ, അതായത് ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതെ അതെ. അവിടെ ചെന്നിട്ട് എല്ലാ തെളിവുകളും കൊടുക്കാമെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ നിങ്ങളെവിടെ ഉള്ളിടത്തേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ അതിനുള്ള സ്ഥലം സമയം ഒന്നും പറയില്ല. എൻ്റെ വക്കീൽ വിളിച്ചു, എൻ്റെ സ്റ്റാഫ് വിളിച്ചു, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ കുറേ ആളുകൾ വിളിച്ചു. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗദ്ദാഫിക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ഗദ്ദാഫിക്കെതിരെ പോലീസ് അന്ന് ഞാൻ പറഞ്ഞ ഇതിൽ വധശ്രമത്തിനെതിരെ പേരാമംഗലം സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളെ കേസ് എടുത്തു, അറസ്റ്റ് ചെയ്തു, എന്നിട്ട് ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ്. ഗദ്ദാഫിയുടെ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ 100 കണക്കിന് തട്ടിപ്പുകളാണ് പുറത്തു വരാനുള്ളത്. നമ്മളെ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ വലിയ തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ക്രൈം ഇതിനു വേണ്ടി അതിൻ്റേതായ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തേതാണ് മുജീബ് റഹ്മാൻ്റെ ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂ കാണുന്നവർ, ഇതേപോലെ തട്ടിപ്പിനിരയായവർ എല്ലാം തന്നെ ക്രൈമുമായി ബന്ധപ്പെടുക. ഇതോടൊപ്പം നമ്പറുണ്ട്, അതിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.